അങ്ങനെയാണ് അവസ്ഥ. മക്കളാണ്, മക്കളായിപ്പോയി. എന്ത് ചെയ്യാനാണ്, അങ്ങനെ പറയേണ്ട അവസ്ഥയിലായിപ്പോയി മാഡം. അതുകൊണ്ടാണ്. അമ്മയ്ക്ക് മക്കളില്ല, ഞങ്ങൾ രണ്ടുപേരും തന്നെയുള്ളൂ. ഞാനാണോ? ഞാൻ 4 വർഷം മുന്നേ വരെ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ സ്വന്തമായിട്ട് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇവൻ ഒപ്റ്റോമെട്രി തിരുവമ്പാടി. ഞങ്ങൾ അഗസ്ത്യൻ മൊഴിയാണ്. ആ ആ ജൂൺ 28 എനിക്ക് 5 വയസ്സുണ്ട്. അല്ല, ഞാൻ 5ാം ക്ലാസ് പഠിക്കും. 10 വയസ്സുണ്ട്. അല്ല, ഞാനേ മൂത്തത്. ഇത് അനിയന. സൺഡേയിലെ പണിയായിരുന്നു. സാഹചര്യമായിരുന്നു. പിന്നെ നമ്മൾ ഒഴിവാക്കി. കാണാൻ വിലയുണ്ടല്ലോ നമ്മളെ വീട്ടിലൊക്കെ. നമ്മളെ വീട്ടിൽ വിലയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല. ഞാൻ വീട്ടിലായിട്ട് പറഞ്ഞു മാസമായി. അല്ല, അതിന്റെ മുന്നേ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ വന്നത്? 2 ലക്ഷക്കാരൊന്നും ഞാൻ കണ്ടില്ല. രാത്രി വന്നിട്ട് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ചേച്ചിൻ്റെ വീട്ടിൽ പോയി പോലെ വിളിച്ചിട്ട് നമുക്ക് രാത്രി രാവിലെ വൈകുന്നേരം ആകുമ്പോൾ പോകും. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും അച്ഛന് 60 വയസ്സിപ്പോൾ കഴിഞ്ഞു. അച്ഛന് ഒരു ഭാഗം കൊഴിഞ്ഞു പോയിട്ട് വയ്യാത്ത അവസ്ഥയിലിരുന്നു. ഇപ്പം ഇങ്ങനെ നടക്കും, എന്നാലും ഇങ്ങനെ വേച്ചൊക്കെയാണ് നടക്കുക. ഞങ്ങൾ വിളിച്ചിട്ട് വന്നതാണ്. ഞങ്ങൾ വിളിക്കാണ്ടായ കാരണമുണ്ട് കേട്ടോ, അതുകൊണ്ട് മാത്രമാണ് വന്നത്. അല്ല, അതിൻ്റെ മുന്നേ ഡിഗ്രിക്ക് സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് പോയി. ആദ്യമൊക്കെ ഞാൻ പോലെ സർട്ടിഫിക്കറ്റ് മറ്റുള്ള സർട്ടിഫിക്കറ്റ് വേണമല്ലോ ചേർക്കാനൊക്കെ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പോയിട്ട് ഇവിടെ ഇംഗ്ലീഷിലൊക്കെ പോയിട്ട് പ്രാവശ്യത്തിന് സർട്ടിഫിക്കറ്റ് തരണ്ടേ ഇവിടെ പഠിപ്പിക്കാനൊക്കെ ഭക്ഷണം കുറച്ച് പഠിപ്പിച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ ഇപ്പം വലിയ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ ഈ വലുതായിട്ട് പോയി വാങ്ങിക്കൊണ്ട് തരാം. ഞാൻ സ്ഥലം ഇവൻ പോയി. പിന്നെ ഇവര് അച്ഛൻ മക്കളെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളറിയില്ല, ഇവർ ബന്ധപ്പെടുന്നുണ്ട്, ഇവർ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ഇവർ പോകുന്നുണ്ട്, കാണുന്നുണ്ട്, അച്ഛൻ മക്കളെയും കാണുന്നുണ്ട്. ഞങ്ങൾ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. അച്ഛന് വാങ്ങിക്കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ ഓണത്തിന് വിഷുവിന് അമ്മയ്ക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരാൾ മാത്രമായിട്ട് നമ്മളങ്ങനെ ഡിവൈഡ് ചെയ്യാറില്ല. ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയാം മാഡം. ഞാനൊരു 10 വയസ്സാവുന്ന സമയം, അതായത് അച്ഛൻ ഡിവോഴ്സ് ആവുന്ന സമയം, അച്ഛൻ ഡിവോഴ്സ് ആവുന്ന തന്നെ അമ്മയുടെ മറ്റൊരാളായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. ഞാൻ 5ാം ക്ലാസ് പഠിക്കുന്നില്ല, അതിൻ്റെ കുറച്ചുകൂടി മുന്നേ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അമ്മയും അച്ഛനും തമ്മിൽ പ്രശ്നം വരുന്നത്. ആ പ്രശ്നം വരുന്നത് വെച്ചാൽ അമ്മ മരുന്ന് പീടിയെ പോകുന്നത്, അതായത് മരുന്ന് പീടിക എന്നുള്ള പേരാണ്, അവിടെ മന്ത്രവാദമാണ് മെയിൻ, ഇവിടെ തന്നെയാണ്. അപ്പോൾ ഈ മന്ത്രവാദക്കടയിൽ പോകുന്നത് മറ്റു പല കാര്യങ്ങൾക്കാണെന്നുള്ളത് ഒരു സൂചന അച്ഛന് കിട്ടിയപ്പോൾ അച്ഛനത് ചോദ്യം ചെയ്തു. സ്വാഭാവികമായിട്ട് ഭർത്താക്കന്മാർ അപ്പോൾ അച്ഛനമ്മമാർ മക്കളോടും ചോദിക്കും, ഭർത്താക്കന്മാർ ഭാര്യനോടും ചോദിക്കും. ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ എന്നാൽ ഇനി അവിടെ പോകണ്ട കേട്ടോ, ശരിയല്ല എന്ന് പറയുന്ന പോലെ തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആ രീതി പറഞ്ഞു. അമ്മയ്ക്ക് അത് പറ്റില്ലായിരുന്നു. അമ്മ നേരെ അച്ഛനോട് പ്രശ്നം ഉണ്ടാക്കി, അവിടെ നിന്ന് കച്ചറ ഉണ്ടാക്കി. ഞങ്ങളുടെ തറവാട്ടിലിരുന്ന് നിന്നുണ്ട്. അവിടെ നിന്ന് കച്ചറ ഉണ്ടാക്കിയാണ്ട് ഞങ്ങൾ രണ്ടുപേരെയും കൂടി കൂട്ടി, അതായത് എന്നെക്കാൾ 3 വയസ്സിനുള്ളത് ഇയാൾ. അപ്പോൾ ഞാനിപ്പോൾ 4ാം ക്ലാസ് പഠിക്കുകയാണെങ്കിൽ 1ാം ക്ലാസ്സിലേക്കും പഠിക്കുന്നുണ്ടാവുക. ആ സമയത്ത് ഞങ്ങളുടെ കൈയും പിടിച്ച് വലിച്ചയച്ച് രാത്രി 7:30 ആയപ്പോൾ ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലോകം. വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ പോകും, സ്വാഭാവികമായിട്ട് പോകും. ഞങ്ങൾ പോയി. ശരിയും തെറ്റും അന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടില്ല. പക്ഷേ ഇന്നും അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഇന്നും ഓർമ്മയുണ്ട്. കാരണം വെച്ചാൽ അന്ന് അവിടെ ഒരു കല്യാണ ഫോട്ടോ ഉണ്ട്. അതായത് ഈ അമ്മ പണിയെടുക്കുന്ന കടയിലുള്ള ഈ വൈദ്യരുടെ മകൻ്റെയോ മകളുടെയോ കല്യാണ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിൽ അച്ഛനും, അമ്മ പണിയെടുക്കുന്ന സ്ഥാപനം അല്ലെന്ന് വിചാരിച്ചിട്ട് അച്ഛനും എൻ്റെ അമ്മേൻ്റെ അനിയത്തി എല്ലാവരും കൂടി അന്ന് ഒരു വിശ്വാസത്തിന് മുകളിൽ എല്ലാവരും പോയി കല്യാണത്തിന് വിളിച്ചപ്പോൾ ആ ഫോട്ടോ അവിടെ വീട്ടിൽ അമ്മ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. പക്ഷേ അന്ന് ആ ഫോട്ടോ എൻ്റെ അച്ഛൻ തല്ലി പൊട്ടിച്ച് വലിച്ചു കയറി എൻ്റെ അമ്മേൻ്റെ അയാളുടെയും ഫോട്ടോ ഒരുമിച്ചാക്കിയാണ്ട് ഇനി നിങ്ങൾ ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഇല്ലാത്തൊന്നുമല്ല, ഒക്കെ ഉള്ളതാണ്. ഇല്ലാത്തതിൻ്റെ അപ്പം അമ്മയ്ക്ക് ഇല്ലാത്തതാണ്, കള്ളത്തരമാണ് പറയുന്നത് അമ്മയ്ക്ക് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ തെറ്റെന്താണെന്നുള്ളത്. അന്ന് കുഞ്ഞു കുട്ടികളാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. അമ്മ വിളിക്കുന്നവർക്ക്, കാരണം അച്ഛൻ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരുള്ളൂ.
കാരണം അച്ഛന് ദൂരെ മലപ്പുറം ഭാഗത്തൊക്കെ ആയിരിക്കും പണി ഉണ്ടാവുക. അപ്പോൾ പണി കഴിഞ്ഞ് ആഴ്ചയിൽ ഒരു ദിവസം വരുള്ളൂ. അപ്പോൾ അച്ഛനോട് നമുക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ഉള്ളൂ. അമ്മേനോടാണ് ബാക്കിയെല്ലാം ഉള്ളത്. പിന്നെ അമ്മ നിൽക്കുന്നത് മാമൻ്റെ വീട്ടിൽ, അതായത് അമ്മേൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടെ അമ്മമ്മയുണ്ട്, മാമനുണ്ട്, അമ്മേൻ്റെ ഒരു അനിയത്തി, കല്യാണം കഴിയാത്ത ഒരു അനിയത്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിച്ചൊക്കെ പോയി. അപ്പോൾ അന്ന് മാമൻ അവിടെ ഇല്ല, മാമൻ പണിക്ക് പോയത് പുറത്തെവിടെയാണ്. അപ്പോൾ ഈ അനിയത്തി മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഈ കച്ചറ ഉണ്ടാകുന്നതും അമ്മ ഞങ്ങളെ കൊണ്ടുപോകുന്നതും. അങ്ങനെ അമ്മ ഈ കടയിൽ, അതായത് ഈ കടേൻ്റെ തൊട്ടടുത്ത റൂമുണ്ട്, അതായത് ഇവർ തന്നെ റെൻറ്റ് കൊടുക്കുന്ന റൂമാണ്. ആ റൂമിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കട്ടിലുണ്ട്, കിടക്കയുണ്ട്, അലമാരയുണ്ട്, TV ഉണ്ട്, എല്ലാം ഉണ്ട്. അതായത് താമസിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. മരുന്ന് കടയാണ് കേട്ടോ, പക്ഷെ താമസിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ഞങ്ങളെ ആ സമയത്ത് കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്കാണ്. എന്നിട്ട് രാത്രി ഞങ്ങളെ അവിടെ നിർത്തി. കാരണം രാത്രിയാണല്ലോ കൊണ്ടുപോകണേ. പിറ്റേ നേരം വെളുത്തപ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ കേസായി. അമ്മേനെ വന്ന് ഇവിടെ സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അമ്മേനെ എൻ്റെ മാമൻ ആക്രമിച്ചു. എൻ്റെ മാമൻ ആ സമയത്ത് അവിടെ ഇല്ല. അതാണ് ഏറ്റവും വലിയ സത്യം. അമ്മേൻ്റെ ആങ്ങള കള്ളക്കേസാണ് കൊടുക്കുന്നത്. ഇപ്പോഴും പറയാം, ഞാൻ പറഞ്ഞില്ല, അമ്മ നിൽക്കുമ്പോഴാണല്ലോ ഞാൻ പറയുന്നത്. മാമന് എതിരെ കള്ളക്കേസ് കൊടുത്തു. മാമൻ അമ്മേനെ ആക്രമിച്ചു. മാമൻ അവിടെ ഇല്ല. അതാണ് ഏറ്റവും വലിയ സത്യം. മാമൻ അവിടെ ഇല്ല. കാരണം എല്ലാം കണ്ടു നിൽക്കുന്ന ആൾക്കാർ ഞങ്ങളാണല്ലോ. മാമൻ ആക്രമിച്ചെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. അങ്ങനെ ഈ അമ്മേൻ്റെ ചേച്ചീൻ്റെ മക്കളുണ്ട്, ഞങ്ങൾ വീടിൻ്റെ തൊട്ട താഴെയാണ്. അതായത് ഇപ്പം അമ്മ നിൽക്കുന്ന വീടാണ്, ഞങ്ങളുടെ അടുത്തല്ല കേട്ടോ. ഇപ്പം അമ്മ നിൽക്കുന്ന ചേച്ചീൻ്റെ വീട്ടിലാണ്. അവിടുത്തെ മക്കളുണ്ട്, 2 ആമക്കൾ, ഞങ്ങളുടെ ഏട്ടന്മാരാണ്. മോനി കുട്ടെന്നൊക്കെ ഞങ്ങൾ വിളിക്കാം. ഇവരും മാമനൊക്കെ കൂടി ഞങ്ങളെ ചോദിച്ചായിട്ട് ഈ കടയിലേക്ക് വന്നു. ഞങ്ങൾ അവിടെയാണല്ലോ ഉള്ളത്. പിറ്റേന്ന് രാവിലെ വന്നപ്പം ഈ വൈദ്യര് കൊടുവാളെടുത്തിട്ട് ഇവരെ വെട്ടാൻ വേണ്ടിയായിട്ട് ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ വെട്ടാനൊക്കെ നോക്കി. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാർ വിളിച്ചായിട്ട് ഇവർ സ്റ്റേഷനിലേക്ക് ഹാജരായി. ഒരു മാമനോ ഏട്ടന്മാരും പറഞ്ഞു ഞങ്ങൾ മക്കളെ വിട്ടുതരണം എന്നാണ് പറഞ്ഞത്. കാരണം മാമനും എൻ്റെ അമ്മ നോക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാമൻ്റെ അവിടെയാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നത്, അല്ല എൻ്റെ അച്ഛൻ്റെ വീട്ടിലല്ല. മാമനും ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, മാമൻ്റെ അവിടെ അമ്മമ്മയും നോക്കിയിട്ടുണ്ട്, എല്ലാവരും നോക്കിയിട്ടുണ്ട്, ഒരേപോലെ തന്നെ നോക്കിയിട്ടുണ്ട്. അമ്മ മാത്രം ഞങ്ങളെ നോക്കിയെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഞങ്ങൾ ഒരേപോലെ നോക്കി. കാരണം ഞങ്ങൾ മക്കളാണ്, അവർക്ക് വേറെ ആരും നോക്കാനുമില്ല. ആ രീതി എല്ലാവരും ഞങ്ങളെ നോക്കിയിട്ടുണ്ട്. ആ മാമനൊക്കെ ഇപ്പോഴും ഞങ്ങളോട് ആ കാര്യം ഇപ്പോഴും കാണിക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് എന്തൊരു കാര്യം വരുമ്പോൾ മാമൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലായി ഇപ്പോൾ ഞങ്ങൾ. ഇത്രയും കാലം അങ്ങനെയല്ലായിരുന്നു. അതോടുകൂടി ആ ഒരു ഇറങ്ങിപ്പോക്കോട് കൂടി അമ്മ എല്ലാ അമ്മേൻ്റെ കൂട്ടക്കാരോടും കുടുംബക്കാരോടും തെറ്റി. കാരണം അമ്മ ചെയ്യുന്നത് തെറ്റാന്നുള്ളത് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുമായിട്ട് അമ്മയ്ക്ക് ബന്ധമില്ല. പക്ഷെ ഞങ്ങളെയും കൊണ്ട് അമ്മ ജീവിക്കാൻ തുടങ്ങി. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു, അമ്മമ്മേൻ്റെ ചേട്ടത്തീൻ്റെ മോൻ്റെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി വെച്ച് നോക്കി. അങ്ങനെ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും വരെ അവിടെ നിന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കിട്ടിയത് ഫണ്ട് 25,000 രൂപ എന്തോ ഒരു ലോണ് പാസ്സായിട്ടുണ്ടായിരുന്നു അന്ന്. ആ 25,000 രൂപ ലോണ് പാസ്സായപ്പം അച്ഛൻ്റെ പണിക്കാരെയും കൊണ്ടുവന്നിട്ടൊക്കെ കല്ലൊക്കെ പൊട്ടിച്ചിട്ടാണ് അവിടെ തറ കെട്ടിയത്. എൻ്റെ അടുക്കള ഭാഗം മാത്രം ഞങ്ങൾ കുറച്ച് പടവ് ചെയ്തിട്ട് ഷീറ്റിട്ടു. കറുത്ത ഷീറ്റില്ല, അന്നത്തെ പഴയ ഷീറ്റ്, അതിട്ടിട്ട് കൂടാൻ തുടങ്ങി. അന്ന് ഞാൻ 7ാം ക്ലാസ് പഠിക്കുകയാണ്. കൂടാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ചെയ്തത് അമ്മയാണ്. കാരണം ഞങ്ങൾ പണിക്ക് പോകാനൊന്നും ആയിട്ടില്ല. ഇതൊക്കെ ചെയ്തത് അമ്മയാണ്. ഞങ്ങൾ കൂടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു വെള്ളിയിട്ട് ഒരാൾ ഒരു 7:30 ആയപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അമ്മ പറഞ്ഞു, ഒരു മാമനാണ് കടയിൽ മരുന്നിന് വരുന്നതാണ്, ബസ് കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ച് വന്നതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചില്ല. അത് പറഞ്ഞു നടക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കുറേ നേരം ഞങ്ങൾക്ക് അപ്പുറത്തെ റൂമിൽ അവിടെ ഞങ്ങൾ മീൻകുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് അവിടെ കസേരയിൽ ഇരുന്ന് നോക്കി. ഒരു നിവൃത്തിയില്ലാതെ അയാൾ പോണ്ടി വന്നു. പക്ഷേ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ഈ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ഒക്കെ എത്തിയപ്പോഴത്തേക്ക് നൈസിൽ ഇന്ന താഴത്തെങ്ങ് വല്യമ്മേൻ്റെ വീടുണ്ട്, അവിടേക്ക് ഇന്നട് വിടും. ഏത് ശനി ഞായറും സിനിമ കാണാമല്ലോ, ഞങ്ങൾക്ക് TV ഒന്നുമില്ല, മക്കളാണ് ഞങ്ങൾ. അതേപോലെ അമ്മമ്മ മാമൻ്റെ അവിടെയാണ്. അമ്മമ്മേൻ്റെ അടുത്തേക്ക് പനി അങ്ങോട്ട് വിടും. അമ്മമ്മയ്ക്ക് പേടിക്ക് കിടക്കാം, അമ്മമ്മേൻ്റെ കൂടെ റൂമിൽ പേടിക്ക് കിടക്കാൻ പനിയും വിടും. എന്നിട്ട് ആ സമയത്താണ് ഇയാൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുവരെ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, മാഡം, ഈ വൈദ്യരുമായിട്ട് മാത്രമേ എൻ്റെ അമ്മയ്ക്കൊരു ബന്ധമുള്ളൂ. കാരണം അന്ന് എനിക്ക് ചിന്തിക്കാനല്ല, പക്ഷെ കുറച്ചുകൂടി പക്വത വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞു, അമ്മേ നിങ്ങൾ അയാളെ കെട്ടിക്കോളി, സീനില്ല, നിങ്ങൾ കല്യാണം കഴിച്ചോളി, ഇനി അയാളല്ല, ഇപ്പോൾ വന്ന് ഇയാളെ ആണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചോളി, ആരെങ്കിലും കല്യാണം കഴിച്ച് നിങ്ങൾ ജീവിച്ചോളി, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ ഒരുപാട് ആൾക്കാരെ കൊണ്ട് നടക്കുന്നത്, അത് അതിന് ശേഷം പല ആൾക്കാരും വന്നു തുടങ്ങി. ഒരുപാട് ആൾക്കാരെ കൊണ്ട് നടക്കുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മക്കളാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാവരുതായിരുന്നു. ഇത്രയാണ് പറഞ്ഞത്. ഇതൊന്നും പ്രശ്നമല്ല കേട്ടോ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇപ്പം അമ്മയുടെ പ്രശ്നത്തിൽപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഉണ്ടായത് ഒരു 2 വർഷം മുന്നേ, അതായത് 2019 നവംബർ ഡിസംബർ മാസത്തിലാണ്, ഡിസംബറിലാണെന്ന് തോന്നുന്നു, ഞങ്ങൾ അമ്മേൻ്റെ കടയിൽ ചെന്നു. ഇവിടെ ഫുൾ വീഡിയോ റെക്കോർഡ് കേട്ടോ. കയറി ചെല്ലുന്ന മുതൽ ചെന്ന് ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കൊരു കല്യാണ പ്രായമൊക്കെ ആവാൻ തുടങ്ങാം. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കല്യാണം കഴിക്കുന്ന വീട്ടിൽ നിന്നോ അല്ലെ അവിടെ നിന്ന് ഇപ്പോൾ ആരെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് അമ്മേൻ്റെ കടയാണ്. കാരണം അമ്മേൻ്റെ കടയാണെന്നാണ് അമ്മ പറയുന്നത്. അയാളുടെ കടയൊന്നും അല്ല, ഇത്രയും ഇവിടുത്തെ കട അയാളുടെ കടയല്ലായിരുന്നു കേട്ടോ. അയാളായിരുന്നു പണ്ട് തുടങ്ങി. പക്ഷേ എന്തായാലും അത് അമ്മേൻ്റെ പേരിലായിട്ടുണ്ട്.
കാരണം അമ്മയ്ക്ക് മാത്രമേ ആയുർവേദത്തിൻ്റെ ലൈസൻസ് ഉള്ളൂ. അയാൾ പാരമ്പര്യ വൈദ്യൻ, അയാൾക്ക് ലൈസൻസ് ഒന്നുമില്ല. ആ കടയ്ക്കും ലൈസൻസ് ഇല്ല. കാരണം അതിൻ്റെ മുതലാളിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അതിനൊന്നും ലൈസൻസ് കൊടുത്തിട്ടില്ല, അവർ പെർമിറ്റും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഈ കടേൻ്റെ അപ്പുറത്തെ റൂമുണ്ട്, ഈ റൂമും കൂടി നിങ്ങൾ കടേനോട് ചേർത്തി ഇത് മരുന്ന് കച്ചവടമാക്കി. ഇവിടെ ഏതെങ്കിലും ഒരു കുപ്പിയിലെങ്കിലും നിങ്ങൾ മരുന്ന് കാണുന്നുണ്ടോ? വെറും കാലിക്കുപ്പി മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളിത് നോക്കി, നിങ്ങൾക്ക് പൈസ വേണം ഞാൻ തരാം. ഈ റൂം പൊളിച്ചൊക്കെ കൂടി ഒരു മരുന്ന് ഷോപ്പാക്കാൻ ഞാൻ പൈസ തരാം. കാണുന്നവർക്ക് ഇതൊരു മരുന്ന് കച്ചവടമാണെന്നെങ്കിലും തോന്നണം. അല്ലാതെ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡം ഷെഡിലൊക്കെ ആറിയിട്ടിട്ടുണ്ടാവും, ഫുള്ള് ആറിയിട്ടിട്ടുണ്ടാവും. പിന്നെ ആടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേൻ്റെ ഡ്രസ്സ് ഇതൊന്നും നയിക്കില്ല. ഒരു സ്ഥാപനത്തിൽ നൈറ്റിട്ട് ആരെങ്കിലും നിൽക്കും, ഒരു മരുന്നും വീട്ടിൽ ആരെങ്കിലും നൈറ്റ് ഇട്ട് നിൽക്കുമോ? നിൽക്കൂല. പിന്നെ രാവിലെ പോകുന്ന സാരിയിലായിരിക്കില്ല ചിലപ്പോൾ വൈകുന്നേരം വരിക. കാരണം അവിടെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ അമ്മയ്ക്കുണ്ട്, ബെഡുണ്ട്, കാര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പരിപാടി ഇങ്ങനെ നടക്കുമ്പം കയറി വരുന്നവർക്ക് ഇതെന്താ മനസ്സിലാവുക? നമ്മൾ താമസിക്കുന്നത്, അതായത് രാത്രി താമസിക്കുന്നതും അതേപോലെ പകൽ കാണിച്ചു കൂട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവർ എൻ്റെ അമ്മ രാവിലെ ഈ സാരി എടുത്ത് പോകും, പക്ഷെ ആടെത്തി കഴിഞ്ഞാൽ അതൊന്നും അല്ല. ഇതാണ് അവസ്ഥ. കാണുന്നവർക്ക് ആർക്കും എന്ത് മനസ്സിലാവും. പിന്നെ ഇവരുടെയൊക്കെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ആരൊക്കെ തെറ്റുന്നോ, അത് പുറമക്കാരാണെങ്കിലും അവനാനാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ആര് തെറ്റുന്നോ ഓരെക്കുറിച്ച് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവരെ അടുത്ത് അങ്ങനെ മരുന്നിന് വന്നൊരു ചെക്കൻ, ഓൻ്റെ കല്യാണം ഇവരുടെ കെയർ ഓഫിൽ നടന്നായിരുന്നു. ഒരു സിമ്പിള് പറയാട്ടോ, കാരണം ഞങ്ങളെക്കുറിച്ച് അതിനേക്കാളും വലുത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഓർത്തപ്പോൾ ഇവരെ ക്ലയൻസിൻ്റെ കാര്യത്തിൽ പറയാണ്. ഒരു തോട്ടുമുക്കത്തുള്ള ഒരു ചേച്ചീൻ്റെ എനിക്ക് പരിചയമുള്ള, കാരണം അവനും ഞാനും കൂടി ഒരുമിച്ചാണ് അഡ്മിഷൻ എടുക്കാൻ പോളി പോയിട്ടുണ്ടായിരുന്നത്. അവൻ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കൊറോണേൻ്റെ ആ സമയത്ത് വിളിച്ചു. എന്നോട് പറഞ്ഞു ആളെ മനസ്സിലായെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു ഇല്ല കുട്ടാ, ആരാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനാണ്, ഉണ്ണിയാണ്, ഇവിടെ ഒരുമിച്ചാണ് പോയത്, ഇന്ന ആളുടെ മോനാണ്, അവിടെ കടയിലൊക്കെ വരുന്ന ചേച്ചിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആളെ മുഖം എനിക്ക് ഫീൽ കിട്ടുന്നില്ല. പക്ഷെ ആളെനിക്ക് പറഞ്ഞപ്പോൾ എനിക്കറിയാം. സംഭവം എന്ന് വെച്ചാൽ ഈ പയ്യൻ്റെ കല്യാണം ഇവരുടെ കടയിൽ വരുന്ന ഒരു പെണ്ണുങ്ങളുടെ മോളെ ഇവർ പറഞ്ഞ രീതിയിൽ, അതായത് ഇവരെ കെയർ ഓഫിലാണ് മറ്റോ പോയി പെണ്ണ് കണ്ട് കല്യാണം കഴിഞ്ഞത്. അങ്ങനെ സ്ത്രീധനം കിട്ടിയപ്പോൾ 15,000 രൂപ ബ്രോക്കർക്ക് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ബ്രോക്കറുണ്ട്, ബ്രോക്കർക്ക് കൊടുത്തു. ബ്രോക്കർ പറഞ്ഞു 15,000 പോരാന്ന് പറഞ്ഞു. 50,000 അങ്ങനെ വലിയ എന്തോ ഒരു സംഖ്യ ചോദിച്ചു. ഓൻ പറഞ്ഞു തരാൻ പറ്റില്ലാന്ന്. അപ്പോൾ എൻ്റെ അമ്മ ചെയ്ത പണി കേൾക്കണോ? എൻ്റെ അമ്മ ഓൻ്റെ അടുത്തുള്ള, അതായത് ഓൻ്റെ നാട്ടിൽ തോട്ടുമുക്കത്തുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു ഓൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, ഓള് വേറെ ആരുടെയോ കൂടെ പോയി ഉണ്ടാക്കിയ കുട്ടിയാണ്, ഓൻ എന്നിട്ട് കൊണ്ടടക്കാം. എന്നിട്ട് ഓൻ ഈ മുക്കം സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിൻ്റെ മുന്നേ എന്നെ വിളിച്ച് ചോദിച്ചതാ ഞാൻ അങ്ങനെ ചെയ്യട്ടേന്ന്. ഞാൻ പറഞ്ഞു തെറ്റ് ആര് ചെയ്താലും ഈ ചെയ്തോ എന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയാം, അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. എന്തിനെന്നറിയോ? ഞാൻ ഈ കടയിൽ പോയിട്ട് ഈ കട എങ്ങനെ ആക്കുമെന്ന് ചോദിച്ചതിന്. അവിടെ ഒരു വയലൻസ് നടന്നിട്ടില്ല, ഇന്ത്യയിൽ ഫുൾ റെക്കോർഡാണ്. ഞാൻ അവിടെ കയറിപ്പോയി ഇവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു അരമണിക്കൂറിലേറെ സംസാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നവരെ അയാളും വൈദ്യരും ഉണ്ടായിരുന്നു. ഇവരോട് രണ്ടാളോടും കൂടിയ കാര്യങ്ങൾ സംസാരിച്ചു. അതിൽ വൈദ്യര് പറഞ്ഞു എനിക്കിതിൽ പങ്കില്ലാന്ന്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ കടയിൽ പങ്കില്ല, അത് അമ്മയായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈ അമ്മ ഇവിടെ എന്ത് പണിക്കാണ് വരുന്നതെന്ന് വെച്ച് ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ മരുന്നെടുത്ത് കൊടുക്കാൻ വരുന്നുണ്ട്, പിന്നെ കോഴിക്കോട് പോയി മരുന്നെടുക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഒരു പരിപാടിയും ഇവിടെ അല്ലേന്ന് വെച്ച് അമ്മേനെ കൊണ്ട് ഇല്ലയെന്ന് പറഞ്ഞു. പറഞ്ഞേ ഉളുപ്പില്ലാതെ തന്നെ ഞാൻ ചോദിക്കേണ്ടി വന്നു, അത് കൂട്ടി കൊടുക്കലുണ്ടോയെന്ന് ചോദിച്ചു അയാളോട്. ചോദിക്കേണ്ട ആ സാഹചര്യം ഉണ്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു എന്ത് ഈ അങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സേതുമാധവൻ നായർ എന്ന് പറഞ്ഞ ഒരാളെ അറിയാമെന്ന് ചോദിച്ചു. എനിക്കറിയില്ലെന്നാണ്. ഞാൻ പറഞ്ഞു ആർക്കറിയില്ലാന്ന്, നിങ്ങളെ ഫോണിൽ നമ്പർ ഉണ്ടാവില്ല, നിങ്ങൾ എടുത്തു നോക്കിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയുന്ന ആളാണ്, നിങ്ങളെ കടയിൽ വന്നിട്ട് എൻ്റെ അമ്മയായിട്ട് പരിചയം ഉണ്ടായ വ്യക്തിയാണ്. ഈ അമ്മ പറഞ്ഞില്ല ഞങ്ങൾ വീട് പണീൻ്റെ സമയത്ത് അവിടെ കൂടിയെന്ന്. ആ സമയത്ത് എൻ്റെ അനിയൻ എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ മാമൻ്റെ അവിടെ നിൽക്കും. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് ബൈക്കൊന്നുമില്ല, ഞാൻ ഓമശ്ശേരി പണിയെടുക്കാം. ഞാൻ അഗസ്ത്യമുഴി ബസ് ഇറങ്ങിയാണ്ട് കമ്പനിക്കാരോടൊക്കെ വർത്താനം പറഞ്ഞു 7:30 ആകുമ്പോഴാണ് എൻ്റെ ഷോപ്പ് ക്ലോസ് ചെയ്യുക. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അഗസ്ത്യമുഴി എത്തും. ഓമശ്ശേരിയിൽ നിന്ന് ബസ് കിട്ടി, കാരണം ആ സമയത്ത് ഓമശ്ശേരി ബസ് റെയറാണ്. അഗസ്ത്യമുഴി എത്തിക്കഴിഞ്ഞ് ഞാൻ നടക്കുക അഗസ്ത്യമുഴി ഇങ്ങോട്ടേക്ക്. ഇവിടെയാണ് കട, ഈ ക്രിസ്ത്യൻ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് മുകളിൽ. ഞാൻ അവിടേക്ക് നടക്കുക. ഞാൻ അവിടെ കയറി ചെന്ന് നോക്കുമ്പോണ്ട് ഇയാൾ, ഞാൻ പറഞ്ഞ പണ്ടത്തെ പറഞ്ഞ വെള്ളിയിട്ട് ആളവിടെ ഇരിക്കുന്നത്. രാത്രി 8 മണി 8:30 ആയപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഞാൻ അമ്മയോട് ഞാൻ ഒന്നും പറയാതെ ഞാൻ ദേഷ്യം പിടിച്ചാണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പോകുന്നത്. ഞാൻ അഗസ്ത്യമുഴി അങ്ങാടിയിൽ അവിടെ ഈ യൂണിയൻകാർ ഇരിക്കാൻ ഉണ്ടാക്കിയൊരു സാധനമുണ്ട്. ഞാൻ അവിടെ അങ്ങോട്ട് കിടന്ന് 9 മണിക്ക് രാത്രി. എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. കാരണം എന്താണെന്നറിയോ മാഡം, എനിക്ക് പറയാൻ ആരുമില്ല. കാരണം അമ്മ എല്ലാവരോടും തെറ്റില്ല. ഞാൻ ആരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളും അതേപോലെ അമ്മ എല്ലാവരോടും തെറ്റി നടക്കുന്നതിനോട് ഞങ്ങൾ ആരോടും മിണ്ടാൻ പോയില്ല. അതുകൊണ്ട് എനിക്ക് ആരോടും പോയി പറയാനില്ല. പക്ഷേ ഇന്നൊക്കെ എൻ്റെ മാമൻ പറയുന്നത് എന്താ അറിയോ, അന്ന് ഈ അത് പറഞ്ഞില്ലെങ്കിൽ ആടട്ടിയാണ്ട് നമുക്ക് തീർക്കായിരുന്നു പ്രശ്നം. അന്നത് പറഞ്ഞില്ലെങ്കിൽ അന്ന് അത് അവിടെ തീരുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അത് എൻ്റെ തെറ്റായിപ്പോയി. കാരണം എനിക്കറിയില്ല ആരോടാ ഇത് പറയണ്ടേ. കാരണം ഇത് മാത്രമായിട്ട് നമ്മളെ ലോകം. ഇത് ഈ വ്യക്തി എന്താണോ ഇയാളെല്ലാവരോടും തെറ്റി നടക്കുന്നു, നാട്ടുകാരോട്, അയൽവാസികളോട്, കുടുംബക്കാരോട്. പിന്നെ നമുക്കൊരു സഹായം നമ്മൾ ആരോട് ചോദിക്കണം? ആരോട് നമുക്ക് ചോദിക്കാനില്ല.
കുറച്ച് കഴിഞ്ഞ് ഒരു 9:15 ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് ഞാൻ കരഞ്ഞ് പറയാം, ഇങ്ങോട്ട് വാ, അയാൾ പോയി, ഇങ്ങോട്ട് വാ, പ്രശ്നം ഉണ്ടാക്കല്ലേന്ന്. ഞാനെന്താ ചെയ്യാന്നുള്ള അപ്പോൾ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പേടിച്ച് ഒഴിവാക്കി. അയാൾ പോയി, ഞാൻ വന്ന്, അയാൾ പോയി. ഇപ്പം എന്താ സംഭവം എന്നറിയോ? ഇപ്പം അയാളുടെ വീട് കോഴിക്കോടാണ്. എൻ്റെ അമ്മ മിക്ക ദിവസം അമ്മേൻ്റെ പീടിക എവിടെയാണെങ്കിൽ പോലും അമ്മേനെ വിളിച്ചാൽ കിട്ടില്ല. അമ്മ കോഴിക്കോടായിരുന്നു, ഫുൾ ടൈം കോഴിക്കോട്. പിന്നെ അതുമല്ല, ഇപ്പോൾ ഇവരിതൊരു വലിയ സംഭവമാക്കി എടുത്തു. എന്തെന്നറിയോ? ഇതിൽ പറ്റിയ കുറച്ച് ടീമുകളുണ്ട്, പെണ്ണുങ്ങൾ. സീരിയസ് ആയിട്ട് പറയുകയാണ്. ഇവരെല്ലാവരും ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഇവരെ കടയിൽ നിൽക്കുന്ന ഒരു പെണ്ണുണ്ട്, അതല്ലാതെ ഇവർക്ക് ബന്ധമുള്ള പെണ്ണുങ്ങളുണ്ട്, സ്ഥിരമായിട്ട് ബന്ധമുള്ള ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ ഒരു ലെവലിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമാണ് ഇപ്പോൾ ഇവർ, സെറ്റാണ്. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ സംഭവം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മളിത് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമുക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് കേസ് കൊടുത്തു. അതായത് 2020 ജനുവരിയിൽ. അതായത് കടയിൽ പോയി പറഞ്ഞല്ലോ, നേരെ കോടതിയിൽ നിന്ന് സെമൻസ് അയപ്പിച്ചത്. നമ്മൾ പോലെ ചിന്തിക്കുന്നില്ല. നമ്മൾ ഇത് കേസാവും എന്നുള്ള അറിയില്ല. നമ്മളെ പേടിപ്പിക്കാനല്ല, നമ്മളൊന്ന് ലെവലാക്കാന്ന് വിചാരിച്ചിട്ട്. കാരണം കേസാവാൻ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളവിടെ പോയി ഇങ്ങനെ സജഷൻ പറഞ്ഞു, പൈസ വരെ കൊടുക്കുക, നിങ്ങൾ കട റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറയുമ്പോൾ ശരിയാക്കാൻ. അങ്ങനെ ജനുവരി 1 2020 ജനുവരി 1 അന്ന് ഞാൻ എൻ്റെ അമ്മേനോട് ചോദിച്ചു, എന്തായി അമ്മേ, എങ്ങനെയാ ചോദിക്കുന്നത്? നല്ല രീതിക്ക് കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനോട് നന്നാവാൻ പറഞ്ഞിട്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട് പലതവണ. ഇല്ലെങ്കിൽ ഇപ്പോൾ പറയാം മാഡത്തിന്, എൻ്റെ അമ്മയ്ക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പറയാം, ഇതൊക്കെ ഞാൻ പറയുന്നൊക്കെ കള്ളത്തരമാണെന്ന് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പറയാം. ആ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞ് അത് രജിസ്റ്റേർഡ് ആയിട്ട് വന്നപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വായിച്ചു നോക്കിയപ്പം ഈ സ്ത്രീ അക്രമം, അതായത് പെണ്ണുങ്ങൾക്കെതിരെ വുമൻസ് അറ്റാക്ക്, അതിൻ്റെ മേളിലൊക്കെയാണ് കേസ് കൊടുത്തത്. അപ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ അമ്മയുണ്ട്, പോലീസിലാണ്. പുള്ളിക്കാരി താമരശ്ശേരി, രജനി എന്ന് പറയും, തിരുവമ്പാടി ഉള്ളതാണ്. ഞങ്ങൾ നേരെ അമ്മേനെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ അമ്മേനെ തന്നെ വിളിക്കൽ. അമ്മേനെ വിളിച്ചു പറഞ്ഞു. ഇപ്പോഴാണെങ്കിലും, ഇപ്പോൾ ഈ സീനാണെങ്കിലും ഓരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ എന്തും പറയും. അതുകൊണ്ട് അമ്മേനെ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു അമ്മേനെയും കൂട്ടി വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെയാണ്. അങ്ങനെ മാമനും ഞാനും ഇവനും അമ്മയും കൂടി പോയി. അവിടെ പോയി രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. 7 മണി 7 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തി. അവിടെ നിന്ന് അമ്മ കൗൺസിലിംഗ് കൊടുത്ത്, രജനി അമ്മ കൗൺസിലിംഗ് കൊടുത്ത് കാര്യങ്ങളൊക്കെ ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് വിളിച്ച് പറഞ്ഞ്, അമ്മേനെ സെപ്പറേറ്റ് ചെയ്ത് വിളിച്ച് പറഞ്ഞു. ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മ തീരുമാനിച്ചു, ഇനി ഞാൻ കടയിൽ പോകുന്നില്ല, ഇനി ആ പരിപാടിക്ക് പോകുന്നില്ല തീരുമാനിച്ചു. അപ്പോൾ ഇനി ഗൾഫിൽ പോകാമെന്ന് പറഞ്ഞു. ഗൾഫിൽ കുട്ടികളെ നോക്കാൻ പോകാമെന്ന് എന്തോ പറഞ്ഞു. അതായത് ഇവൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഇവൻ്റെ മുതലാളീൻ്റെ ഒരു കുട്ടിയുണ്ട്, അതിനെ നോക്കാൻ ആളെ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു നമ്മളെ വിളിക്കുന്ന സമയത്ത് അമ്മേനോടും വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നോക്കാൻ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയണമെന്ന്. അപ്പോൾ അമ്മ ചിന്തിച്ചെന്നാൽ അമ്മ അങ്ങോട്ട് പോകാമെന്ന് ചിന്തിച്ചു. അത് അങ്ങനെ ഒരു ഡീല് വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. പിറ്റേന്ന് മുതൽ അമ്മ എന്താണോ ഇത്രയും കാലം ചെയ്തത് അതന്നെ അമ്മ ചെയ്യാൻ തുടർന്നേണ്ടായിരുന്നു. പിന്നെ ഈ രജനിയമ്മ ഇവിടെ ആയിരുന്നു സ്റ്റേഷനിൽ. ഇവിടെ നിന്ന് കാണും അമ്മ, കാരണം അമ്മേൻ്റെ കടയും ഇവിടെയാണ്, പുള്ളിക്കാരത്തിയും ഇവിടെയാണ്. യെസ്, കയ്യിലൊക്കെ പ്രശ്നം വന്നേ. അപ്പോൾ രണ്ടാളും തമ്മിൽ കാണും. പക്ഷെ എൻ്റെ അമ്മ അതിനുശേഷം പുള്ളിക്കാരത്തിനോട് ചിരിക്കുക പോലും ചെയ്യൂല. പുള്ളിക്കാരത്തി നമ്മളോട് പറഞ്ഞു, നമ്മളെ മൈൻഡൊക്കെ അല്ലടാ, എന്തോ ആയിക്കോട്ടെ പോയിക്കോട്ടെ എന്ന് വെച്ച്. കാരണം കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ വരെ അറിയാം, സതിയുടെ കാര്യത്തിൽ ആരും ഇടപെടില്ല. അതാണ് എക്സ്പെഷ്യലി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ഏട്ടനുണ്ട്, മോനി എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞല്ലേ, ഇവൻ്റെ അമ്മ വയ്യാതെ കിടന്നപ്പോൾ, അതായത് എൻ്റെ അമ്മേനെ ചേച്ചി വയ്യാതെ കിടന്ന സമയത്ത് എൻ്റെ അമ്മ പോയി നോക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു നന്ദിയുടെ പ്രതീകമായി ഇവർ കഴിഞ്ഞു പോയതൊക്കെ മറന്ന് ഇവർ നല്ലോണം നിന്ന്. പണ്ട് പ്രശ്നങ്ങൾ നടന്നല്ലോ, അതൊക്കെ മാറിയാണ്ട്. കാരണം എൻ്റെ അമ്മ സഹായിക്കാൻ കിട്ടിയ ചാൻസിന് പോയി സഹായിച്ചു. ആ ഒരു ചാൻസ് സഹായിച്ചു. അതുകൊണ്ട് ഒരു തമ്മിൽ നല്ല ഇതായി. കാരണം ആ സഹായത്തിൻ്റെ തിരിച്ച് ഒരു കാണിക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ, ഇങ്ങനെ കേസ് കൊടുത്ത കാര്യങ്ങളും പ്രശ്നവും ഒക്കെ വന്നപ്പോൾ ഇവൻ ആരെന്നെ സഹായിച്ചത്? ഇന്നെ തീറ്റുപറ്റി വലുതാക്കിയത് നിങ്ങൾ തീറ്റുപറ്റി വലുതാക്കില്ല ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വേറെ ആരും ഇന്നെ തീറ്റുപറ്റി വലുതാക്കിയിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു വാക്കും പറഞ്ഞിട്ടില്ലല്ലോ മാമ. അല്ല, ഞാൻ നിങ്ങൾ ഓരോട് നല്ലോണം എന്നൊക്കെ പറഞ്ഞത്. നോക്കിയിട്ടുണ്ടാവും. ആ പുള്ളിക്കാരത്തി എന്റെ വല്യമ്മ അവിടെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരത്തി അവിടെ പോയി നിൽക്കൂലേ? ഒരിക്കലും നിൽക്കൂലായിരുന്നു. കാരണം ഒരു പ്രാവശ്യത്തിന്റെ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അന്ന് വല്യമ്മ പറഞ്ഞ എന്താണെന്നറിയോ, ഈ മക്കളെപ്പുറം പോയിക്കോട്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഞാൻ നിങ്ങളെ ആ കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ എനിക്ക്
അമ്മനെയായാലും നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് കിട്ടണം. ഞാൻ ജസ്റ്റ് കോമൺ ആയിട്ട്, കാരണം നിങ്ങൾ പറയുന്നത് അമ്മയും കേൾക്കണം, അമ്മ പറയുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് കേൾപ്പിച്ച് പറയാനുള്ളത് അതാ എന്താണെന്നറിയോ മാഡം, ഈ കേൾക്കെ പറയുമ്പോൾ എന്താണെന്നറിയോ, പരസ്പരം കള്ളത്തരം പറയുന്നില്ല എന്നുള്ളത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ മാസം ഒരു മാസമാകുന്നേ ഉള്ളൂ, കളക്ടർ ഓഫീസിൽ പോയി. അമ്മ കളക്ടർ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പോയി, അവിടെയുള്ള ആതിരകി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൗൺസിലർ ഉണ്ട്, പുള്ളിക്കാരത്തി ഡോക്ടറും കൂടിയാണ്. പുള്ളിക്കാരത്തിനോട് ഇതേപോലെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ സംസാരിച്ചു. പുള്ളിക്കാരത്തി കഴിഞ്ഞ് അമ്മേനോട് പുറത്ത് പോകാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ സംസാരിച്ചു. അതിപ്പോൾ പറയണോ വേണ്ട എന്നുള്ള കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. പറയണോ വേണ്ടെന്നുള്ള എനിക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. വെറുതെ പറഞ്ഞിട്ട് അയ്യോ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്തിട്ടാണ്. അല്ല, മാഡത്തിനോട് എനിക്ക് പറയാൻ പ്രശ്നമില്ല, പക്ഷേ അമ്മേനെ മാറ്റി നിർത്തി ഞങ്ങളോട് പറഞ്ഞ കാര്യമാണല്ലോ, അതിപ്പോൾ അമ്മേനെ കേൾക്ക പറയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് മെയിൻ ഓഫീസർ ഉണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല, ഒരു കണ്ണട വെച്ച മാഡം ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പോയിട്ടും കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി ഞങ്ങളോട് പറഞ്ഞിട്ടേ ഉള്ളൂ, ബിന്ദു മാഡം, യെസ്. അപ്പോൾ ബിന്ദു മാഡം ഞങ്ങളോട് പറഞ്ഞിട്ടേ ഉള്ളൂ, അമ്മ ഇപ്പോൾ അവകാശപ്പെടുന്ന കാര്യമുണ്ട്. അതായത് അമ്മയ്ക്ക് എന്തായാലും ആ സ്ഥാപനത്തിൽ പോകണം, ഇങ്ങനെ തന്നെ ജീവിക്കണം, അതാണ് അമ്മയുടെ ആവശ്യം. അത് നിങ്ങൾക്ക് എന്തായാലും തടസ്സം നിൽക്കാൻ പറ്റില്ല. കാരണം 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാം. സംഭവമൊക്കെ ശരിയാണ്, സത്യമാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയ ഫാമിലി എന്ന് പറഞ്ഞ സാധനത്തിന് ഒരുപാട് കോട്ടങ്ങൾ പറ്റിപ്പോകും. പക്ഷേ അതൊന്നും നിയമത്തിലില്ല. നമ്മുടെ നിയമത്തിനോട് അന്ന് എനിക്ക് ചെറിയൊരു പുച്ഛം തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ മാഡത്തിൻ്റെ ആണെങ്കിലും ഒരു മാഡത്തിൻ്റെ ആണെങ്കിലും ഇനിയിപ്പം SI സാറിൻ്റെ ആണെങ്കിൽ പോലും ഫാമിലിയിലൊരു പ്രശ്നം വരുമ്പോൾ നമ്മളിങ്ങനെ ഒന്നുമല്ല റിയാക്ട് ചെയ്യുക. നമുക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ നമുക്ക് നിയമം വെച്ചിട്ടൊക്കെ കളിക്കാൻ പറ്റും. ഞാനിപ്പോൾ വേറൊരാളുടെ കാര്യത്തിലും ഞാനിങ്ങനെ തന്നെ കൗൺസിലിംഗ് കൊടുക്കുള്ളൂ. കാരണം ഞാൻ സൈക്കോളജി 2 വർഷം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൊടുക്കുള്ളൂ. കാരണം നിയമം വിട്ടിട്ട് നമുക്ക് കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ മാഡത്തിനാണെങ്കിൽ നിയമത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ടല്ലേ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു അനുഭവം ലൈഫ് ടൈം നമുക്ക് ആ എക്സ്പീരിയൻസ് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്തോളൂ, ഇത് കേസാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം മാഡത്തിന്? ഇപ്പോഴും ഞാൻ SI സാറിനോട് ചോദിച്ചു, എന്ത് ചാവി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് കേസാക്കി തന്നാൽ ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞു ചാവി കൊടുത്തേ പറ്റുള്ളൂ, നിങ്ങൾക്ക് കേസാക്കണം, നിങ്ങൾ വേറെ കേസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ കുഴപ്പമില്ല. കാരണം ചാവി ഞങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ഞങ്ങൾക്ക് ഇതൊന്ന് കേസായി കിട്ടണം, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല മാഡം. കാരണം ഈ പ്രശ്നമല്ലേ, ഈ പ്രശ്നം ഒന്ന് വലുതായി കഴിഞ്ഞാണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ പൊട്ടാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയൊരു സെക്സ് റാക്കറ്റ് ഉണ്ട്. സത്യമായിട്ട് ഞാൻ പറയുന്നതാണ്. ഒരു കൊലപാതകമുണ്ട്, ഇവർ ചെയ്ത ഒരു കൊലപാതകമുണ്ട്. അന്വേഷണം നടത്തിയാൽ അത് തെളിയിക്കാൻ പറ്റും. പക്ഷെ അന്വേഷണം നടന്നിട്ടില്ല. അതിപ്പോഴും ആത്മഹത്യയായിട്ട് കിടക്കുന്ന കൊലപാതകമാണ്. അതിൽ ഇവർക്ക് ഇൻവോൾവ് ഉണ്ട്. ഇവർ നിൽക്കുന്ന സമയത്ത് സംഭവിച്ച കാര്യം, ഇവരുള്ള സമയത്ത് ഇവർ മന്ത്രവാദം ചെയ്തിട്ട് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തെളിയിക്കാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ ഇത്രയും കാലം, അതായത് 10 മാസമായിട്ട് എൻ്റെ അമ്മ ഇറങ്ങി പോയിട്ട് ഞങ്ങളായിട്ട് ഇതിന് മെനക്കെടാത്തതിൻ്റെ കാരണം വെച്ചാൽ രജനി മാഡം ഞങ്ങളോട് പറഞ്ഞോട് മാത്രമാണ്. അമ്മേനെ വിളിച്ചാണ്ട് ഞാൻ കാര്യം പറഞ്ഞു, അമ്മ ഇങ്ങനെ പോയി, ഞങ്ങൾ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത്, ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കണം, അങ്ങനെ പോയി നാട്ടിന് എടുത്ത വൈകി എന്നോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ മലന്നിടന്ന് തുപ്പാൻ നിൽക്കണ്ട, നിങ്ങൾ തന്നെ നാറും, കാരണം നിങ്ങളുടെ അമ്മയാണ്, നിങ്ങൾ നാറാനുള്ള പരിപാടി നിങ്ങൾ നിൽക്കണ്ട, അത് പോയോടത്തിൽ കൂടെ പോയിക്കോട്ടെ, തിരിച്ചു വരുമ്പോൾ വന്നോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും ചെയ്തില്ല. ശേഷം എൻ്റെ അമ്മ പലതവണ വീട്ടിൽ വന്ന് മന്ത്രവാദങ്ങളൊക്കെ ചെയ്തു പോയി. കുറേ ചോന്ന സാധനം കൊണ്ടുപോയി കലക്കി പാരും, പിന്നെ ഒരു ഉണ്ട കൊണ്ടുവരും, ഒക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, വെക്കും. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഞാണ്ട് തേങ്ങയിൽ കുറേ മറ്റേ കറുപ്പും ചുവപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കും. ഇതൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു. ഫുൾ വീഡിയോ എടുത്തു കേട്ടോ, എല്ലാ കാര്യം. എൻ്റെ അമ്മ അവിടെ വന്ന് ഞങ്ങൾ സംസാരിച്ച എല്ലാ കാര്യം ഫുൾ വീഡിയോ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതല്ല ലാപ്ടോപ്പ് കൊണ്ട് നടക്കുന്നത്. ആര് ചോദിച്ചാൽ, ഇപ്പോൾ മാഡം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിരും, കോടതിയിൽ ഹാജരാക്കേണ്ടതെന്ന് ഞാൻ കാണിക്കും. കാരണം എനിക്കിത് കേസായി കിട്ടണം, എനിക്ക് അത്രയും ആഗ്രഹം. ഞങ്ങളെക്കുറിച്ച് നാട്ടിൽ പറഞ്ഞ് നടക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നവർക്ക് ഞങ്ങൾക്ക് സത്യം പറയാം. പക്ഷേ അമ്മ പറഞ്ഞു നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് നാട്ടിൽ പറഞ്ഞു നടക്കാൻ പറ്റില്ല മാഡം. കാരണം ഞങ്ങളെ ക്യാരക്ടർ അതല്ല, അതാണ് പ്രശ്നം. പുള്ളിക്കാരത്തേക്ക് ഒരാൾക്ക് ഇല്ലാത്തത് പാടി നടന്ന് ഉള്ളതാക്കാം. പക്ഷേ സത്യം നമുക്ക് പാടി അടക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ മതി, ഇങ്ങനെയൊക്കെയാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഒരാളോട് ചോദിക്കുന്നവരോട് ഞങ്ങൾ പറയും, അല്ലാത്ത ഒരാളോട് ഞങ്ങൾ പറയില്ല. എന്താണ് കാരണം? എന്താണെന്ന് പറയാം മാഡം, ഞങ്ങൾക്ക് ഇനിയും ജീവിക്കാനുണ്ട്. അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. അമ്മയ്ക്ക് എന്താ അങ്ങാടിയിൽ ഇപ്പോൾ ഈ അമ്മ ഇത്രയും നന്നായിട്ട് ഒരുങ്ങി ഇറങ്ങി പേഴ്സും വെച്ച് കഴിഞ്ഞിട്ടൊക്കെ രാവിലെ എഴുന്നേക്കുന്നു, പോകുന്നു, വൈകുന്നേരം വരുന്നു. അമ്മയുടെ വിചാരം എന്താണെന്നറിയോ, അമ്മ ചെയ്യുന്നത് ശരിയാണെന്നായിട്ട് എല്ലാവരും കാണും. പക്ഷെ എല്ലാവരുടെ കണ്ണിൽ എന്താണെന്നറിയോ, എല്ലാവർക്കും അറിയാം അമ്മ എന്തിനാണ് പോണതെന്നും എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഓർക്കത് ഓരോ ബാധിക്കില്ല. കാരണം ഓരോ ഫാമിലിയല്ല, ഞങ്ങളുടെ കുടുംബക്കാരുണ്ട്, ഇവർ വരെ ഒഴിവാക്കി വിട്ടു. കാരണം അവർക്ക് വരെ നാണക്കേട്, ഞങ്ങൾ മക്കൾക്ക് നാണക്കേടാണ്, നാട്ടുകാർക്ക് നാണക്കേടാണ്. അപ്പോൾ നാട്ടുകാർക്ക് ഇത് ഇടപെടേണ്ട ആവശ്യമില്ല, കാരണം അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ല.
അവർക്കിപ്പോൾ എന്താ പുറത്തൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ അവർക്ക് നോക്കുക, വേണമെങ്കിൽ കൈ കൊണ്ട് ചിരിക്കുക. സത്യം അങ്ങനെ തന്നെയാണ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കും ജീവിക്കാൻ കുറച്ചുകൂടെയൊക്കെ ഉണ്ട്. എങ്ങനെ പോയാലും ഒരു 19 വയസ്സെങ്കിലും വരെ ആയുസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ല, മാരേജ് എങ്ങനെ കഴിയാനാ? എങ്ങനെ ഞങ്ങൾക്ക് മാരേജ് നടക്കാം? മാരേജ് ഒന്നും ഒരു കാലത്ത് എങ്ങനെ നടക്കില്ല. എങ്ങനെ നടക്കാനാണ്? നടക്കൂല, ഒന്നും നടക്കൂല. നമ്മൾ വിടും, നന്നായിട്ട് വിടും, നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തെളിവില്ലാത്ത കാലത്താണ് ഇത്രയും അമ്മ ചെയ്തു വെച്ചത്. അല്ല, അമ്മ ഒരു 10 മാസം മുന്നേ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയത് നമ്മളറിയില്ല. ഞാൻ ആണ്ടാടെ പോയി ഒരു 7:30 ആയപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ വാതിൽ ചാരിയിട്ടുണ്ട്, ആളില്ല. അപ്പോൾ കുട്ടികളുണ്ടായിരുന്നു, താഴെയുള്ള വീട്ടിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനെ വിളിച്ച്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ തിരുവമ്പാടിയും ഷോപ്പ് കൂട്ടി വരും. ഞാൻ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു, ഉണ്ണിക്കുട്ടാ ഇവിടെ കാണുന്നില്ല, ഈ ഒന്ന് കുറുങ്ങണ്ടത്തിൽ നോക്കുമെന്ന് പറഞ്ഞു. അതായത് ഈ വല്യമ്മേൻ്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞില്ല, വല്യമ്മ വയ്യാതെ കിടക്കുമ്പോൾ പോയി നോക്കി. അതോടുകൂടി ഒരു നന്നായി. പിന്നെ അവിടുത്തെ ഇളയ മോണ്ട്, ഓൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓന് ഭയങ്കര കാര്യമാണ് അമ്മയ്ക്ക്, ഓൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഉള്ള ആ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി നിന്ന്. അപ്പോൾ ഞങ്ങൾ സാധാരണ കുട്ടികളെ ഞാനാണ് കൊണ്ടാക്കാറ്. കുട്ടികളെപ്പോഴും അവിടെ വരുന്നതാണ് വൈകുന്നേരം. അവരെ അച്ഛൻ കൂട്ടാൻ വന്നിട്ടില്ലെങ്കിൽ ഞാനാണ് കൊണ്ടാക്കാൻ പോവുക. ഞാനവിടെ കൊണ്ടാക്കി കൊടുക്കും, ബൈക്കിന് കൊണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ അമ്മേൻ്റെ കൂടെ പോകുള്ളൂ. ഇതിപ്പോൾ അമ്മയായിട്ട് ആ സമയത്ത് കൊണ്ടാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് നോക്കിയപ്പോൾ അവിടെ വന്ന എന്നോട് പറഞ്ഞു, ചെരുപ്പ് ഇവിടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്ത് ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, മക്കളെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് വരുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓട്ടോറിക്ഷ വിളിക്കണമെന്ന് ചോദിച്ചു. കാരണം അമ്മ ബൈക്കിന് കയറില്ല, ഓട്ടോറിക്ഷ വിളിക്കണമെന്ന് ചോദിച്ചു. അവനോട് വേണ്ട, വലിയേട്ടാട്ടുണ്ട്, അതായത് കുട്ടികളുടെ അച്ഛൻ്റെ, അതായത് അവിടുത്തെ വല്യമ്മേൻ്റെ മൂത്ത മോൻ. അപ്പോൾ ഓൻ വന്നിട്ട് ഓൻ്റെ ഗുഡ്സ് ഓട്ടോറിക്ഷ ഉണ്ട്, ഓൻ 12 മണിക്ക് പോകണം. ഓൻ വന്നിട്ട് ഓൻ്റെ ഓട്ടോറിക്ഷയിൽ ഓൻ ആക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോകും. അപ്പോൾ തായത്തച്ഛനും പറഞ്ഞു, അതായത് തായത്തച്ഛൻ എന്ന് പറഞ്ഞാൽ വല്യമ്മേൻ്റെ ഭർത്താവ്, വല്യമ്മ മരിച്ചുപോയി, വല്യമ്മേൻ്റെ ഭർത്താവ് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇവിടെ നിന്നോളിയടാ, അല്ല കൂടിക്കോളി എന്നല്ല, നിങ്ങൾ ഇവിടെ നിന്നോളി, ഒരുമിച്ച് പോകാമെന്നാണ്. അപ്പോൾ ഞങ്ങൾ ഓക്കെ അവിടെ കുത്തുന്നത്, TV ഒക്കെ കണ്ട് ഇങ്ങനെ കുത്തിരുന്ന് 10 മണി. ഇവനാണ് വിശക്കുന്നുണ്ട്. ഇവൻ 7 മണിക്ക് ഇത് കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയിട്ടില്ല. അവനാണ് നല്ല വിശക്കുന്നുണ്ട്. അവനോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, പോവല്ലേ എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വലിയേട്ടൻ വിളിച്ചോക്കാം, വലിയേട്ടൻ വരാനാണോ എന്ന് വിളിച്ചോക്കാം. വലിയേട്ടനെ വിളിച്ചാൽ വലിയേട്ടൻ അവിടെ ഒരു കല്യാണപ്പുരയിൽ 12 മണിയിലാണ്, ഈ വരാൻ പിന്നെ ലേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ അമ്മേനോട് അപ്പോഴും പറഞ്ഞു, ഓട്ടോറിക്ഷ വിളിക്കാൻ പോരാന്ന്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കാരണം നടക്കാത്തൊരു സംഭവമാണ് നടക്കുന്നത്, അതിലെന്തോ റോങ് ഉണ്ട്. കാരണം ഇതുവരെ അമ്മ കൊണ്ടാക്കിയിട്ടില്ല, ഞാനാണ് കൊണ്ടാക്കല്. അല്ലെങ്കിൽ ഒരു അച്ഛൻ വന്നിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ കുട്ടികൾ അവിടെ നിൽക്കലാണ്. പിറ്റേന്ന് രാവിലെ അമ്മ പണിക്ക് പോകുമ്പോൾ അമ്മ അവിടെ ആക്കി പോകലാണ്. ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതൊന്നും അല്ലാതൊരു കാര്യം നടന്നപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, എന്തേ പോകുന്നതെന്ന് വെച്ചിട്ട് പോകുന്നതിന് കാര്യമില്ല, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ പേപ്പറിൽ എഴുതി തന്നേക്കും, നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നത് എഴുതി തന്നേക്കെന്ന് പറഞ്ഞു. പേപ്പറിൽ എഴുതി തന്നു. സ്പോട്ടിൽ അവിടെ നിന്ന് പേപ്പറിൽ എഴുതി തന്നു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത്. കാരണം തെളിവ് വേണ്ടേ? ആ പേപ്പർ ഇപ്പോഴും എൻ്റെ അലമാരയിൽ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം താഴേക്ക് ഇറങ്ങിപ്പോന്ന്, ഞാൻ നാളെയോ മറ്റന്നാളോ എപ്പോഴോ വരുന്നോളാന്നുള്ള തോന്നിയമാതിരി വന്നോളാന്ന് പറഞ്ഞു. പിറ്റേന്ന് വരുന്ന ചേച്ചി, പിറ്റേന്ന് വന്നില്ല. പിറ്റേന്ന് വരാമെന്നാട്ടോ പറഞ്ഞത്, പക്ഷെ പിറ്റേന്ന് വന്നില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേന്ന് ഞാൻ പിന്നെയും ഞങ്ങൾ അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, നാളെ വരാമെന്ന് എന്തോ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിയായി.